അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരിഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് പറഞ്ഞു ചെന്ന് അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേനേക്കാൾ വല്ലാതെയായി ഭവിക്കും. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഒരു മനുഷ്യൻ്റെ മാനസാന്തരവും തുടർന്ന് ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ മൂലമുണ്ടാകുന്ന പരാജയവുമാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. ഒരു വീടിനോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. ഒരുവൻ ദുശ്ശീലങ്ങളിൽ നിന്ന് പിന്മാറിയിട്ട് ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ ശത്രു ഹൃദയത്തിൽ കയറുകയും വലിയ പരാജയങ്ങളിലേക്ക് അവനെ നയിക്കുകയും ചെയ്യും. ഏതൊരു മനുഷ്യനെയും അവൻ്റെ ബലഹീനതകളെയും പരിമിതികളെയും അവനേക്കാൾ കൂടുതൽ അറിയുന്നത് സാത്താനായിരിക്കും. എത്രമാത്രം കരുതലോടെ ജീവിച്ചാലും മനുഷ്യനെ വീഴിക്കുവാനുള്ള അവസരത്തിനായി സാത്താൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോഴും അവനെ തകർക്കുവാനുള്ള പദ്ധതികൾ പിശാച് തയ്യാറായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തഴക്ക ദോഷങ്ങൾക്കും ദുശീലങ്ങളിലേക്കുമൊക്കെ വീണുപോയ വ്യക്തികൾ അവയിൽ നിന്ന് മോചനം കിട്ടാതെ വീണ്ടും വീണ്ടും പാപങ്ങളിൽ നിപതിക്കുന്നത്. വളരെ പേർ സുവിശേഷ യോഗങ്ങൾ പങ്കെടുത്തും സാക്ഷ്യങ്ങൾ കേട്ടും ദൈവവചനം വായിച്ചും കൂട്ടായ്മയെ സംബന്ധിച്ചുമൊക്കെ മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, ഗുണ്ടാപ്രവർത്തനം, മോഷണം ഇവയിൽ നിന്ന് വിടുതൽ നേടുവാൻ ആഗ്രഹിക്കാറുണ്ട്. അവരിൽ പലരും പ്രതിജ്ഞ എടുക്കാറുണ്ട്, താൽക്കാലികമായ വിടുതലും പ്രാപിക്കുന്നു. എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവർ വീണ്ടും പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നു. കാലങ്ങളായി തുടർന്നു വന്നിരുന്ന പഴയ ശീലങ്ങളുടെ സ്ഥാനത്തേക്ക് പുതിയവ നിറച്ചാൽ മാത്രമേ പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശുവേ, എന്നിൽ വന്ന് നിറയണമേ എന്ന് ഒരു മദ്യപാനൻ നിരന്തരം പ്രാർത്ഥിച്ചാൽ ക്രമേണ അവൻ്റെ മദ്യപാനാസക്തിയിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് വഴിയൊരുക്കും. ഞാൻ മദ്യപാനം നിർത്തിക്കൊള്ളാം, പുകവലി അവസാനിപ്പിച്ചുകൊള്ളാം, കുറച്ചുകൂടെ കഴിയട്ടെ, എപ്പോൾ വേണമെങ്കിലും ഈ ദുശ്ശീലങ്ങൾ നിർത്തുവാൻ എനിക്ക് സാധിക്കും എന്നൊക്കെ വീമ്പ് പറയുന്നവർക്ക് ഒരിക്കലും നിർത്തുവാൻ സാധിക്കാതെ വരുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് യേശു കർത്താവ് അരുളിച്ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആത്മനാശത്തിലേക്ക് നയിക്കുന്ന ദുശ്ശീലങ്ങളുടെ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയാൽ മാത്രം പോരാ, മനസ്സും ഹൃദയവും ശൂന്യമായി കിടക്കാതെ അവിടെ പുതിയവ നിറയ്ക്കുകയും വേണം. നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ സാഹചര്യങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കൂടെയൊക്കെ ദുഷ്ടനായ സാത്താൻ ശ്രമം നടത്തും. അവയെ തിരിച്ചറിഞ്ഞ് അകലം പാലിക്കുവാനും അകറ്റി നിർത്തുവാനുമുള്ള ബോധപരമായ ശ്രമം നമ്മിൽ നിന്നും ഉണ്ടാകണം. ആത്മീയമായ പക്വതയും ദൈവികമായ പരിജ്ഞാനവും നമുക്ക് അതിന് ആവശ്യമത്രേ. വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യാത്മാവിനെ സാത്താൻ വിട്ടുമാറുന്നില്ല. ജാഗ്രതയും പ്രാർത്ഥനയും വിശ്വാസം കൊണ്ട് തന്ത്രശാലിയായ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ എന്നാണ് എഫേസ്യലേഖനം 6-ാം അധ്യായം 10-12 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൽ ശക്തിപ്പെടുമ്പോൾ ശത്രു നമ്മളിൽ നിന്ന് ദൂരെ പോവുകയും നാം ആത്മീയമായി വളരുകയും ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുകയും ചെയ്യും.